Dear students, welcome to SS Physics classes. റിലേറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ട റെയിൻ അംബ്രല പ്രോബ്ലമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക. സാധാരണ നീറ്റ്, ജെഇ, കീം എൻട്രൻസ് എക്സാമുകളിൽ സ്ഥിരതയോടെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് റിലേറ്റീവ് മോഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ റിലേറ്റീവ് മോഷനിലെ റെയിൻ അംബ്രല പ്രോബ്ലം പഠിക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. സോ അറ്റ് ഫസ്റ്റ് വി ക്യാൻ മൂവ് വിത്ത് ദാറ്റ് കോൺസെപ്റ്റ്. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ, അതാണ് നമ്മൾ സാധാരണ റിലേറ്റീവ് വെലോസിറ്റി എന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. നമുക്ക് ആദ്യം റിലേറ്റീവ് വെലോസിറ്റിയെ ഡിസ്കസ് ചെയ്തതിന് ശേഷം റിലേറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഇത് ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റെയിൻ അംബ്രല പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. നോക്കൂ, റിലേറ്റീവ് വെലോസിറ്റി, വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ, അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ നമുക്കത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഇപ്പൊ നമുക്കൊരു പാരലൽ ട്രാക്കില് സേ ദ ടു വെഹിക്കിൾസ് ആർ മൂവിങ്. നമുക്കതിനെ ലേബൽ ചെയ്യാം സേ എ ആൻഡ് ബി. ഇവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റീസ് വി ക്യാൻ സേ ദാറ്റ് ഈസ് വി എ ആൻഡ് വി ബി. അവിടെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് നമ്മൾ പറയാ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കറിയാം അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ദ ബി. അതേപോലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതൊരു സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വെക്ടറിലെ സബ്ട്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ ഓർമ്മയിൽ വെക്കുക സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന്റെ ഫോർമുല. So that is equal to root of VA square plus VB square minus 2VA VB cos theta. ഇതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. വീണ്ടും ശ്രദ്ധിക്കുക, തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം എടുക്കാം. ഹിയർ ഈ പാരലൽ ട്രാക്കിലെ എയും ബിയും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. സോ വി ക്യാൻ സേ ഫോർ ദാറ്റ് കേസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആസ് 0 degree. So if we put the value cos theta as cos 0, it become 1. That means that term become VA square plus VB square minus 2 VA VB. So we get the value as is equal to root of VA minus VB the whole square. That is equal to VA minus VB. എന്ന് പറയുമ്പോൾ ആ രണ്ട് വെഹിക്കിൾസും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്തിരുന്നെങ്കിൽ അവയുടെ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ ദേ ആർ അറ്റ് റെസ്റ്റ്. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. എങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് കടന്നാൽ suppose that two vehicles are moving in opposite direction. അപ്പോ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ say that B is moving in opposite direction. That means the angle between them become 180. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഈ ഒരു ഇക്വേഷനിൽ തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ കോസ് 180 മൈനസ് 1 ആയിട്ട് മാറുകയാണ്. So if we just put the value for cos theta, then that root become as is equal to VA square plus
VB square. Yes, cos theta minus 1 ആകുമ്പോൾ we can write to be 2VA VB. That means it get the form as a root of VA plus VB the whole square. That means the relative velocity എന്ന് പറയുന്നത് സം ആയിട്ട് മാറുകയാണ് if they are moving in opposite direction. അതേപോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ you can just put the value theta as 90 degree. You get as a root of VA square plus VB square. അതുകൊണ്ട് ഏത് കേസ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വിത്ത് റെസ്പെക്ട് ടു വൺ ഓഫ് ദ വെക്ടർ എ സബ്ട്രാക്റ്റഡ് ആയിട്ടുള്ളതിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ടാൻ ബീറ്റ നമുക്ക് ഉപയോഗിക്കാം. That is equal to, with respect to VA പറയുമ്പോൾ that is VB sin theta division by VA minus VB cos theta. ഓർമ്മയിൽ നിൽക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ചാണ് നമ്മുടെ സിലബസിൽ ഡയറക്റ്റീവായിട്ട് പറയുന്നതെങ്കിലും പലപ്പോഴും പ്രോബ്ലംസ് വരുമ്പോൾ റിലേറ്റീവ് ആക്സിലറേഷനെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് സ്ഥിരതയോടെ വരാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സ്ഥിരതയോടെ ചോദിക്കുന്ന 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. At first one, a good question. Look, a car is standing 200 meter behind a bus. So അവ തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് 200 ആയിട്ട് കൺസിഡർ ചെയ്യാം. Which is also at rest. The two start moving at the same instant, but with a different forward accelerations. The bus has an acceleration AB in the forward direction as is equal to 2 meter per second square, and that car got an acceleration of 4 meter per second square in the same way. So we can say AB and AC ഒരേ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. The car will catch the bus after a time of, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും റിലേറ്റീവ് മോഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ. സാധാരണ നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് S is equal to UT plus half AT square. പക്ഷെ ഇവിടെ രണ്ടുപേർ ചേർന്നുള്ള ഒരു മോഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെയാക്കാം. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഹാഫ് ഇൻറ്റു ദാറ്റ് ആക്സിലറേഷൻ റിലേറ്റീവ് ഇൻറ്റു ടി സ്ക്വയർ. സോ എപ്പോഴാണ് നമ്മുടെ കാർ വിൽ ക്യാച്ച്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ ആദ്യം അവ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തതയോടെ നമുക്കറിയാം. അവ തമ്മിൽ 200 മീറ്ററിന്റെ സെപ്പറേഷൻ ഉണ്ട്. അടുത്ത, വാട്ട് ഈസ് ദ റിലേറ്റീവ് ഇനിഷ്യൽ വെലോസിറ്റി? രണ്ട് ഓബ്ജക്ട്സും, രണ്ട് കാറും ബസ്സും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയുക. സോ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നുള്ള കോൺസെപ്റ്റില്, സോ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ കാർ വിത്ത് റെസ്പെക്ട് ടു ബസ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, കാരണം രണ്ടും റെസ്റ്റിലാണ്. എന്നിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യണം വിത്ത് ആൻ ആക്സിലറേഷൻ 2 ഫോർ ബസ് ആൻഡ് കാർ ഫോർ 4. അതുകൊണ്ട് തന്നെ what is the relative acceleration of that car with respect to that? So we have to find the relative acceleration of the car with respect to that bus. എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, അത് AC മൈനസ് AB ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ. നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റിയുടെ അതേ കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ എന്താണ് ഇവിടുത്തെ AC-യുടെ വാല്യൂ? 4 ആണ്. AB എന്താണ്? 2. അപ്പൊ AR-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 meter per second square എന്ന് കിട്ടിക്കഴിഞ്ഞു. So we can just substitute as 200 is equal to 0 plus half into 2 into t square. So we can write to be that is equal to t square. So t take the value as root 200. That means root 2 into 100. Root of 100 become 10. So 10 root 2 second as the answer. So we can take that to C as the option. വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ വി കൻ മൂവ് വിത്ത് അനദർ വൺ. വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നീറ്റ്, JEE
കീം എൻട്രൻസ് എക്സാമുകൾക്ക് അല്ലെങ്കിൽ KVPY മാതിരിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ ഗുണകരമാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ആദ്യമായിട്ടാണ് SS ഫിസിക്സ് ടിപ്സ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രധാനപ്പെട്ട കമന്റ്സുകൾ രേഖപ്പെടുത്തുവാനും ഓർക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും. So we can go with the next question, a good question. Two fixed frictionless inclined plane making an angle 30 degree and 60 degree with the vertical are shown in the figure. Two blocks A and B are placed on the two planes. What is the relative vertical acceleration of A with respect to B? അപ്പൊ നമുക്ക് A എന്ന് പറയുന്ന ഫസ്റ്റ് കേസ് ഇതായിട്ട് നമുക്ക് എടുക്കാം. 2 എന്ന് പറയാം. അപ്പൊ അതിന്റെ ഇൻക്ലൈൻഡ് ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത് θ1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇത് θ2 ആയിട്ട് എടുക്കാം. അപ്പൊ ആദ്യം ഇതൊരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സർഫസ് എന്നാണ് അല്ലെ. അപ്പൊ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരേണ്ട ഒരു കാര്യം, ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസ് ആണെങ്കിൽ അവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണെങ്കിൽ, ഒരു ബ്ലോക്ക് ഓഫ് ഹാവിംഗ് മാസ് m ആണെങ്കിൽ അത് താഴോട്ട് വരുന്ന ആക്സിലറേഷനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം ദ വെയിറ്റ് mg ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. We can just split that weight mg into two components. So this angle become theta and hence this become mg cos theta. അപ്പൊ along the inclined plane ൽ വരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് കമ്പോണന്റ് ആണ് mg sin theta. ആ mg sin theta കൊണ്ടാണ് ആ ബ്ലോക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടെ നമുക്ക് പറയാം, along the inclined plane ആക്ട് ചെയ്യുന്ന വെയിറ്റ് കമ്പോണന്റ് mg sin theta അതായിരിക്കും ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരമുള്ള m into a. mm ക്യാൻസൽ ആയാൽ we get the acceleration along the inclined plane എന്ന് പറയുന്നത് g sin theta ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന ബോഡിക്ക് ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ θ1 നമുക്കറിയാം അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് A1 നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നത് g ഇൻറ്റു അവിടത്തെ ആംഗിൾ sin 60 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ √3/2 g ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ √3/2 g I am writing it as A1. അതേപോലെ ബിയുടെ ആക്സിലറേഷൻ, സോ അഗൈൻ ഇൻ ദിസ് വേ ആ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കതിനെ A2 എന്ന് ലേബൽ ചെയ്യാം. A2 is equal to what? A2 എന്ന് പറയുമ്പോൾ g ഇൻറ്റു സൈൻ അവിടുത്തെ ആംഗിൾ 30 ആണ് അല്ലെ. സോ ദാറ്റ് മീൻസ് g/2 അതിനെ A2 എന്നാണ് ലേബൽ ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്, വാട്ട് ഈസ് ദ റിലേറ്റീവ് വെർട്ടിക്കൽ ആക്സിലറേഷൻ ഓഫ് A with respect to B? അപ്പൊ നമ്മൾ കൃത്യതയോടെ കണ്ടുപിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എന്താണ് വെലോസിറ്റി, നമ്മുടെ വെർട്ടിക്കൽ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി A ഫസ്റ്റ് വണ്ണിന്റെ. ഞാൻ അതിനെ AV1 എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇവിടത്തെ എലോങ് ദ പ്ലെയിനിന്റെ ആക്സിലറേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത് നമുക്ക് 60 ആംഗിൾ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഉറപ്പായിട്ടും ഇത് 60 ആകും അല്ലെ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ കമ്പോണന്റ് അല്ലേ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഈ കമ്പോണന്റ് ആണ് നമ്മളുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് പറയാ. ഞാൻ അതിനെ AV1 എന്നാണ് കൊടുത്തത്. എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയാം A1 cos 30 അല്ലേ അവിടത്തെ വെർട്ടിക്കൽ കമ്പോണന്റ്. തീറ്റയുടെ രൂപത്തിൽ നമുക്ക് എഴുതാം, പക്ഷെ അപ്പൊ സൈൻ വാല്യൂ വരുമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 30 ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. A1 cos 30 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആ വാല്യൂ A1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു വാട്ട്? √3/2 g അല്ലെ ഇൻറ്റു cos 30. cos 30 എന്താണാവോ? √3/2.
എന്ന് പറയുമ്പോൾ അത് 3/4g ആയിട്ട് നമുക്ക് കിട്ടി. സോ വെർട്ടിക്കൽ ആക്സിലറേഷൻ ഓഫ് ദ ഫസ്റ്റ് ബോഡി നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കിയേ. അവിടുത്തെ വെർട്ടിക്കൽ ആക്സിലറേഷൻ എന്താണ്? ഇത് 30 ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ആംഗിൾ 30 ആണ്. അപ്പൊ ഇത് എത്രയാവും? 60 ഡിഗ്രി. എങ്കിൽ അവിടത്തെ നമ്മുടെ വെർട്ടിക്കൽ ആക്സിലറേഷൻ AV2 എന്തായിരിക്കും? സോ സിമ്പിൾ ആയിട്ട് അതൊന്ന് സെൻസ് ചെയ്യാൻ ശ്രമിച്ചേ. സോ AV2 എന്ന് പറയുന്നത് അത് A2 cos 60 അല്ലെ? നമുക്ക് A2വിന്റെ വാല്യൂ എന്ന് പറയുന്നത് G/2 ആണ് അല്ലെ? cos 60 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് 1/2 ആയിട്ട് അറിയാമല്ലോ. സോ G/4 ആയി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ യെസ് ദ റിലേറ്റീവ് ആക്സിലറേഷൻ ആണ്. The relative vertical acceleration of 1 with respect to 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ that relative acceleration of yes the vertical component of 1 with respect to AV1 minus AV2. സോ നമ്മൾ അത് വെലോസിറ്റിയുടെ നമ്മുടെ റിലേറ്റീവ് കോൺസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുമോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. എന്താണ് AV1 എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 3/4g മൈനസ് AV2 എന്ന് പറയുന്നത് G/4 ആണ്. സോ യു ഗെറ്റ് ദ വാല്യൂ as is equal to exactly so that is equal to 3/4g minus G/4. So 3 minus 1 2g/4 that is equal to G/2. So exactly 9.8/2 is equal to 4.9 meter per second square in vertical direction. അതുകൊണ്ട് തന്നെ നമുക്ക് കോട്ട് ചെയ്യാം DS the answer. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. റെയിൻ അംബ്രല പ്രോബ്ലം. സാധാരണ നമ്മള് ഒരു റെസ്റ്റിലായിരിക്കുന്ന ഒരു കൊടയും പിടിച്ചു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റെയിൻ വെർട്ടിക്കലി തന്നെ വരും, മറ്റ് കാറ്റോ മറ്റ് കാര്യങ്ങളോ ഇല്ലെങ്കിൽ. പക്ഷെ അതേ സ്ഥാനത്ത് അതേ അംബ്രലയുമായിട്ട് ഒരാൾ നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതേ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ വെർട്ടിക്കലിൽ നിന്ന് നടക്കുന്ന ഡയറക്ഷനിലേക്ക് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും അംബ്രല നമ്മൾ പിടിക്കുക. എന്തുകൊണ്ടാണ്? അവിടെ വരുന്ന മാത്തമാറ്റിക്കൽ ആസ്പെക്ട്സ് എന്താണ്? അവിടെ വരുന്നത് റിലേറ്റീവ് വെലോസിറ്റി തന്നെയാണ്, സംശയമില്ല. അതെങ്ങനെ നമുക്ക് പരിചയപ്പെടാം? ശ്രദ്ധിക്കൂ. ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എടുക്കാം. സോ നമ്മുടെ with respect to this point, a person is moving horizontally with a velocity, say ഇതൊരു സൈക്ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് VC ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മാൻ ആണെങ്കിൽ VM ആയിട്ട് എടുക്കാം. Good. And suppose the rain is falling vertically, vertical ആയിട്ട് rain fall ചെയ്യുന്നു എന്നുള്ള ഒരു ആസ്പെക്ട്സ് എടുത്തേ. So I am drawing, this is the velocity of the rain. സോ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു മാൻ മൂവ് ചെയ്യുന്നു, വെർട്ടിക്കൽ ആയിട്ട് റെയിൻ വരുന്നു. ഏത് ഡയറക്ഷനിലാണ് കുട പിടിക്കേണ്ടത്? നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്കറിയാല്ലേ, നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതേ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നമുക്ക് അംബ്രല്ല പിടിക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസ് എങ്ങനെ വരാം? സിമ്പിൾ ആയിട്ട് നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ഓർ ദ സൈക്ലിസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. So that is nothing but equal to velocity of the rain minus the velocity of the man. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പോ ഇവിടെ വരുന്ന പോയിന്റ് വെലോസിറ്റി ഓഫ് ദ റെയിൻ പ്ലസ് മൈനസ് VM ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സി VMന്റെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തതിന് ശേഷം we have to add with the VR. That is the very important one. അങ്ങനെ വരുമ്പോൾ look the very important point, ഈ VMനെ റിവേഴ്സ് ചെയ്യണം. So that means that direction എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും മൈനസ് VM. എന്നിട്ട് നമ്മൾ BRോടൊപ്പം ആഡ് ചെയ്യണം എന്നാണ് പറയാ.
സോ അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആണെന്നൊന്ന് ശ്രദ്ധിച്ചേ. ദിസ് ഈസ് ദ ഡയറക്ഷൻ. അപ്പൊ റെയിൻ വരുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. So have to hold umbrella at an angle theta from the vertical. So ആ ഡയറക്ഷനിലായിരിക്കണം നമ്മൾ കുട പിടിക്കേണ്ടി വരിക. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. സോ at an angle theta from the vertical. അത് പല തരത്തിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കും. ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നമ്മൾ ടാൻ തീറ്റ എടുത്താൽ മതി. The tan theta is nothing but equal to the opposite component, opposite one Vn division by Vr. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിസൾട്ടന്റ് വെലോസിറ്റിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് ഈസ് Vm സ്ക്വയർ പ്ലസ് Vr സ്ക്വയർ. ഇതൊക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഇതാണ് ഒരു സാധാരണ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ we can go with one simple but very important question. Raindrops are falling vertically with a velocity of 10 meters per second. To a cyclist moving on a straight road, the raindrops appear to be coming with a velocity of 20 meters per second. The velocity of the cyclist is, so that is we need to find it. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതിനെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചേ. ഇവിടെ പറയുന്നു that raindrops are falling vertically. So VR നമുക്ക് തന്നിട്ടുണ്ട്. It is 10 meters per second. To a cyclist moving on a straight road, the raindrops are to be coming with a velocity of 20. എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സൈക്ലിസ്റ്റ് അല്ലേ നമുക്ക് 20 meters per second ആയിട്ട് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രസന്റ് സിറ്റുവേഷൻ? നമ്മുടെ ഫിഗറിൽ കാണുന്ന മാതിരി സൈക്ലിസ്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു സൈക്ലിസ്റ്റ് ആണ് അല്ലെ. അത് VR മൈനസ് VC ആയിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ടും VC-യുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ VC-യുടെയും VR-ന്റെയും ഡയറക്ഷനിലേക്കായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ റെയിൻ വരേണ്ടത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഈ ആംഗിളിനാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് VR സ്ക്വയർ പ്ലസ് VCC സ്ക്വയർ. നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സൈക്ലിസ്റ്റ്. സോ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ V സ്ക്വയർ RC എന്ന് പറയുന്നത് VR square plus VC square. Our aim is to find what is the equation for the cyclist speed. That is VRC square minus VR square. So that is equal to VRC. It is given as a 20 square minus that rain velocity. It is given as a 10 square. So that is equal to root of that 400 minus that 100. That is equal to root 300. And we can write it to be as 10 root 3. So exactly 2 as the answer. വളരെ ഗുഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ് ടു. ഈ ഒരു ചാനലിൽ തന്നെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ വീഡിയോസും അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ട്. അത് നിങ്ങളെ നീറ്റ് വരുന്ന വർഷത്തെ എക്സാമിന് സഹായിക്കുന്ന തരത്തിലാകും. അതോടൊപ്പം കേരള എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. Go with that and crack very good ranks. So best wishes from SSVC's classes. Thank you. Take care.